തിരുവനന്തപുരം കോർപ്പറേഷൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് നിർവഹിച്ച് മുന്നോട്ട് പോകുന്നു. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ കോർപ്പറേഷന്റെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുമെന്ന് പൊങ്കാല കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ പറയുന്ന തരത്തിലേക്ക് കുമാരപുരത്ത് എന്നൊരു ടീമും ഉള്ളൂരെന്ന് വേറൊരു ടീമും വൃത്തിയാക്കി കൊണ്ടുവരികയാണ്. ഇവിടെ നടന്ന് നമ്മുടെ പാലത്തിൻ്റെ അതിലേക്ക് ആയുർവേദ കോളേജിലേക്ക് രാത്രി 11:19 മണിക്ക് പോകാൻ കൃത്യസമയത്ത് 8:31 ആയപ്പോഴേക്കും കൃത്രിമ മഴ പെയ്ച്ചുകൊണ്ട് അവിടെ ആ പ്രദേശം മുഴുവനും വൃത്തിയാക്കിയതിനു ശേഷം ടാങ്കറുകളൊക്കെ തന്നെ നഗരത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പോയി. എല്ലാവരും ഓരോ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു. അത്രത്തോളം ആത്മാർത്ഥത കോർപ്പറേഷൻ്റെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഞാൻ ആ മണക്കാട് ഭാഗത്ത് വന്നപ്പോഴേക്കും എച്ചോട് ഞാൻ ചോദിച്ചു, ഇത്ര വേഗം ഇവിടെയൊക്കെ ക്ലീനായ? കാരണം ഞങ്ങൾ ആറ്റുകാലം ഓടി മണക്കാടെത്തിയപ്പോഴേക്കും അവിടുത്തെ റോഡുകളിലെ ചവറൊക്കെ മാറി കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരവും കേരളവും എന്നല്ല, നമ്മുടെ രാജ്യം മുഴുവനും ശ്രദ്ധിക്കുന്ന പ്രദേശമായി നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ മാറിക്കഴിഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വളരെ വിശാലമായിട്ടുള്ള സാധ്യതകളാണ് അതിൻ്റെ ഒരു കാരണം. അതോടൊപ്പം തന്നെ ആറ്റുകാൽ ക്ഷേത്രം ഉൾപ്പെടെ പത്മനാഭസ്വാമി ക്ഷേത്രവും ഭീമാപള്ളിയും ഒക്കെ ഉൾപ്പെടെ വെട്ടുകാട് പള്ളിയൊക്കെ ഉൾപ്പെടെ ലോകപ്രശസ്തമായ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രദേശമായതുകൊണ്ടും ഞങ്ങൾ പലപ്പോഴും പറയുന്നത് പോലെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലൊക്കെ തന്നെ പരമ്പരാഗതമായി മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ നാട് ലോക ശ്രദ്ധ ആകർഷിക്കുകയാണ്. തിരുവനന്തപുരത്ത് നടക്കുന്ന ഓരോ ചലനങ്ങളും അത് ലോകം ശ്രദ്ധിക്കുകയാണ്, വളരെ പ്രതീക്ഷയോടെ ശ്രദ്ധിക്കുകയാണ്. ഭരണകൂടങ്ങൾ ഏതൊക്കെ തരത്തിൽ മാറി മാറി വന്നാലും തിരുവനന്തപുരത്ത് ഓരോ ദിവസവും സംഭവിക്കുന്ന ചലനങ്ങൾ നാട് വളരെ പ്രതീക്ഷയോടെ നിരീക്ഷിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ലക്ഷക്കണക്കിന് ജനങ്ങൾ അണിചേരുന്ന ആറ്റുകാൽ പൊങ്കാല വളരെ നല്ല രീതിയിൽ വർഷങ്ങളായി തിരുവനന്തപുരം കോർപ്പറേഷൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് നിർവഹിച്ച് മുന്നോട്ട് പോകുന്നു. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. അത് വർഷങ്ങളായി ഭരണസമിതിയും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും അതോടൊപ്പം തന്നെ അതാത് സമയമുണ്ടാകുന്ന രാഷ്ട്രീയ നേതൃത്വവും മുഴുവൻ ജീവനക്കാരും ചേർന്നുകൊണ്ട് കൈമെയ് മറന്നുകൊണ്ട്, അതിൽ റെസിഡൻസ് അസോസിയേഷൻ സഹകരിക്കുന്നുണ്ട്, വിവിധ ആരാധനാലയങ്ങൾ സഹകരിക്കുന്നുണ്ട്. എല്ലാവരും അവരവരുടെ കാര്യമായി അല്ലെങ്കിൽ അതിനേക്കാളും പ്രാധാന്യത്തോടെ മനോഹരമായി നടത്തിക്കൊണ്ട് പോവുകയാണ്. ഞങ്ങൾ ഈ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം തന്നെ നിങ്ങളോടൊക്കെ പലതവണ പറഞ്ഞു കഴിഞ്ഞതാണ്, 4ാമത്തെ ദിവസം യോഗം ചേർന്ന് ഇതിനെക്കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്തു. അപ്പോഴാണ് ഞങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചത്. വർഷങ്ങളായി ആറ്റുകാൽ പൊങ്കാലയുടെ എല്ലാ തയ്യാറെടുപ്പുകളും കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ പരിചയസമ്പന്നരായ ഒരു ടീമാണ് ആരോഗ്യ വിഭാഗത്തിലുള്ളത്. നമ്മുടെ എച്ച്ഒയും എച്ച്എസ്മാരും ഒക്കെ തന്നെ ഓരോ ചലനങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് മനഃപ്പാഠം ചെയ്തവരാണ്, അനുഭവ സമ്പത്തുള്ളവരാണ്. എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ തയ്യാറെടുപ്പുകൾ ചെയ്യേണ്ടത്, കഴിഞ്ഞ തവണ ചെയ്തതിനേക്കാൾ മെച്ചമായിട്ട് എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതിൻ്റെ മുൻകരുതൽ എന്തൊക്കെ എടുക്കണമെന്നൊക്കെ തന്നെ അവർ കൃത്യമായിട്ട് ഞങ്ങൾക്ക് വിവരം തരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ്റെ മെഷീനറി ഉണർന്ന് പ്രവർത്തിക്കുകയും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അപ്പോഴപ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒരു കർശനമായ നിലപാട് സ്വീകരിച്ചു. സമയബന്ധിതമായി തന്നെ ടാറിങ് കാര്യങ്ങൾ പൂർത്തിയാക്കണം. മഞ്ജുവിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗം വളരെ നന്നായിട്ട് അവധി ദിവസങ്ങളിൽ പോലും പ്രവർത്തിച്ചുകൊണ്ട് 20 ദിവസങ്ങൾ കൊണ്ട് തന്നെ ടാറിങ് പണികൾ തന്നെ പൂർത്തിയാക്കി. അങ്ങനെ തുടക്കം മുതൽ വളരെ മനോഹരമായി ഒടുക്കം വരെ ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ കോർപ്പറേഷന്റെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ചുവെന്ന് പൊങ്കാല കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ പറയുന്ന തരത്തിലേക്ക് വളരെ ഭംഗിയായി ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് പൊങ്കാലയുടെ എല്ലാ നടത്തിപ്പുകളും നടത്തുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് സാധിച്ചു എന്നുള്ളിടത്താണ് മേയർ എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങളെ അങ്ങേയറ്റം തന്നെ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുവാൻ വേണ്ടി ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. RDO സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉൾപ്പെടെ തിരുവനന്തപുരം കോർപ്പറേഷൻ വളരെ ഭംഗിയായിട്ട് കോർപ്പറേഷന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചു എന്നുള്ള കാര്യവും നമുക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ഇന്നോ ഇന്നലെയോ ഒരു ദിവസം കൊണ്ടോ സംഭവിച്ചതല്ല, മറിച്ച് നിരവധി കാലങ്ങളായി രൂപപ്പെട്ടു വന്ന ഒരു മെക്കാനിസമാണ് ഇപ്പോൾ. അതിപ്പോൾ നാളെ ഈ ഭരണകൂടം മാറിക്കഴിഞ്ഞാലും ഈ മെക്കാനിസം തുടർന്നുകൊണ്ടേയിരിക്കും. അത്രത്തോളം ആറ്റുകാൽ പൊങ്കാലയും അതുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങളും തിരുവനന്തപുരത്തെ ജനങ്ങളുമായി ഇഴുകിച്ചേർന്നിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് മാത്രമല്ല ഇത് ലോകത്തിന് തന്നെ നൽകുന്നത് വളരെ വലിയൊരു സന്ദേശമാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാട് ഒരു മാതൃകയായിട്ട് മാറുകയാണ്. ഞാൻ ഈ അവസരത്തിൽ കൃത്യമായിട്ട് ഇപ്പോൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ജോലി ആരംഭിച്ച് വളരെ ഉത്സാഹത്തോടെ
ഞാൻ ആ മണക്കാട് ഭാഗത്ത് വന്നപ്പോഴേക്കും എച്ചോട് ഞാൻ ചോദിച്ചു, ഇത്ര വേഗം ഇവിടെയൊക്കെ ക്ലീനായ? കാരണം ഞങ്ങൾ ആറ്റുകാലം ഓടി മണക്കാട് എത്തിയപ്പോഴേക്കും അവിടുത്തെ റോഡുകളിലെ ചവറൊക്കെ മാറി കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ ശ്രീമതി സിന്ധു ശശിയും നമ്മുടെ പാറ്റൂർ രാധാകൃഷ്ണനുമാണ് സ്റ്റാച്യു ഭാഗത്ത് നേതൃത്വം കൊടുത്തത്. ഞങ്ങൾ ആറ്റുകാലം ഓടി സ്റ്റാച്യുവിലെത്തിയപ്പോഴേക്കും സെക്രട്ടേറിയറ്റ് കഴിഞ്ഞിട്ടുള്ള അവിടെ നിന്നുള്ള മുഴുവൻ വിറകിൻ്റെ അംശങ്ങളും അതോടൊപ്പം തന്നെ ചുടുകല്ല് വിറകിനോടൊപ്പം തന്നെ വിറക് മാറ്റുന്ന അതേ സമയത്ത് തന്നെ ചുടുകല്ല് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ചെന്നു. ചിലർ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ ഈ മൂവ്മെൻറ്റ് ശക്തമായിട്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിനനുസരിച്ച് സെക്രട്ടറി, ഞാനും MR ഗോപനും HS ഒക്കെ ഉൾപ്പെടുന്ന ഒരു ടീം ഞങ്ങൾ 2-3 കാറുകളിലായിട്ട് മെഡിക്കൽ കോളേജിൽ ചെന്നു. അവിടുത്തെ HI അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ നോക്കി മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ മാലിന്യം കുറച്ചുണ്ട്, ചുടുകല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 5 മണിയായി കാണുള്ളൂ, കൂടുതൽ 5-6 മണിയായി കാണുള്ളൂ. ഞങ്ങൾ HIയെ വിളിച്ചു. HI താഴെ നിൽക്കുകയായിരുന്നു. അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുമാരപുരത്ത് എന്നൊരു ടീമും ഉള്ളൂരെന്ന് വേറൊരു ടീമും വൃത്തിയാക്കി കൊണ്ടുവരികയാണ്. അത് മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ ഒരു 6-7 മണിയാകും. അപ്പോഴേക്കും തീർച്ചയായും സുഹൃത്തുക്കളെ ഞാൻ പറയില്ല, 6:30 മണി കഴിഞ്ഞപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ ഉൾപ്പെടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ രാത്രി ഒരു 8 മണിയായപ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു 7-8 മണിയായപ്പോഴേക്കും പാറ്റൂർ രാധാകൃഷ്ണൻ HS ബിജു വിളിച്ചിട്ട് പറഞ്ഞു 8:30 മണിക്ക് സ്റ്റാച്യുവിൽ കൃത്രിമ മഴ പെയ്ച്ചുകൊണ്ട് റോഡ് ശുചീകരിക്കുന്ന നടപടികൾ ആരംഭിക്കുവാൻ പോവുകയാണ്. മേയർക്കൊക്കെ എത്താൻ സാധിക്കുമോ? ഞങ്ങൾ സംസാരിച്ച ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെ ഞങ്ങളൊക്കെ അവിടെ എത്തി. ഈ ശുചീകരണത്തിന് ഞങ്ങൾ തൊട്ട് മുമ്പത്തെ ദിവസം എടുത്ത് തീരുമാനിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ, മേയർ ഉൾപ്പെടെയുള്ള മേയറും ഹെൽത്ത് ചെയർമാനും സെക്രട്ടറിയും ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിൽക്കണമെന്നും ഓരോരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ചെമ്പഴന്തി ഉദയൻ തമ്പാനൂർ ഭാഗം, അതോടൊപ്പം തന്നെ സത്യവതി പാളയം, ഞാൻ നേരത്തെ പറഞ്ഞ 2 പേര് സ്റ്റാച്യു, കരമന അജിത്ത് കരമന, മഞ്ജു ഈസ്റ്റ് പോർട്ട് GS മഞ്ജു, അങ്ങനെ ഓരോരുത്തരും അവിടെ നിൽക്കണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ തന്നെ 8:30 ഒരുമിച്ച് സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ എത്തുകയും അവിടെ കൃത്രിമ മഴ കൃത്യസമയത്ത് 8:31 ആയപ്പോഴേക്കും കൃത്രിമ മഴ പെയ്ച്ചുകൊണ്ട് അവിടെ ആ പ്രദേശം മുഴുവനും വൃത്തിയാക്കിയതിന് ശേഷം ടാങ്കറുകളൊക്കെ തന്നെ നഗരത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പോയി. അപ്പോഴൊക്കെ തന്നെ നഗരം ഏറെക്കുറെ വൃത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ രീതിയിൽ തുടർന്നു. രാത്രി 2 മണിക്കാണ് 2:15 പൂർത്തിയായത്. 12 മണിക്ക് ഇന്നലത്തെ ഒരു ചർച്ച വന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞു, അതിൽ വഞ്ചിയൂർ പ്രദേശത്ത് ശുചീകരണത്തിലേർപ്പെട്ട ആരെങ്കിലും ഇവിടെ വഞ്ചിയൂർ കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നല്ലോ. യെസ്, വഞ്ചിയൂർ കോടതി ഭാഗത്തകത്ത് ഞങ്ങൾ രാത്രി 11:30 വന്നപ്പോഴേക്കും ഇവർ വളരെ ശുഷ്കാന്തിയോടുകൂടി അവിടെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പുറത്തൊരു 11:50 കഴിഞ്ഞ് ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോഴേക്കും ഇവർ ചൂലുമായിട്ട് വന്നിട്ട് ഈ സഹോദരിമാർ രാത്രി, അവർ പിന്നെ ഞങ്ങളോടും സംസാരിക്കാൻ കാത്തിരിക്കുകയല്ല, അവർ നടന്ന്, അടുത്ത ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എവിടെ? അപ്പോൾ പറഞ്ഞ ആയുർവേദ കോളേജ്. ഇവർ നടന്ന് നമ്മുടെ പാലത്തിൻ്റെ അതിലേക്ക് ആയുർവേദ കോളേജിലേക്ക് രാത്രി 11:50-12 മണിക്ക് പോകാൻ നോക്കുമ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചിട്ട് പെട്ടെന്ന് തന്നെ GS മഞ്ജുവിനോട്, മഞ്ജു കരമന പോകാൻ നിൽക്കുകയായിരുന്നു, മഞ്ജുവിൻ്റെ കാറിൻ്റെ ഡിക്കിയിൽ ഇവരുടെ ചൂലൊക്കെ കയറ്റി ഇവരെ ഞങ്ങൾ കൊണ്ട് ആയുർവേദ കോളേജിലാക്കി കൊടുത്തു. ഞാൻ പറഞ്ഞത് 11:55 കഴിഞ്ഞപ്പോഴേക്ക് വഞ്ചിയൂർ കോടതി ഇല്ലേ, അത് ചെയ്തില്ലേ, ഞാൻ കൗൺസിലും പറഞ്ഞിട്ടുണ്ട്. 11:55 കഴിഞ്ഞപ്പോഴേക്കും വഞ്ചിയൂർ കോടതിക്കകത്തുള്ള മുഴുവൻ മാലിന്യങ്ങളും വൃത്തിയാക്കി അവരെയും കാറിൽ കൊണ്ട് അവർ അടുത്ത സ്ഥലത്താക്കി. എന്നിട്ടാണ് ഞങ്ങൾ വീണ്ടും മെഡിക്കൽ കോളേജ് ഭാഗം കേശവസ്വരം പട്ടത്തൊക്കെ ഞങ്ങൾ പോയത്. അങ്ങനെ ഓരോ പോയിന്റിലൂടെ ഞങ്ങൾ കൃത്യമായിട്ട് നമ്മളെല്ലാവരും യാത്ര ചെയ്തുകൊണ്ടിരുന്നു. നമ്മുടെ സെക്രട്ടറി വനിതയാണ്, പക്ഷേ രാത്രി 10-11 മണിക്ക് സെക്രട്ടറിയോട് പോകണമെന്ന്, പൊയ്ക്കോളും വീട്ടിലോട്ട് പൊയ്ക്കോളും, ഇനി ഞങ്ങൾ നോക്കിക്കോളാം മേയർ തന്നെ നിർബന്ധിച്ച് പറഞ്ഞിട്ടാണ് സെക്രട്ടറി പോയത്. അല്ലെങ്കിൽ 2 മണി വരെ ആയാലും കൂടെ ചെയ്യാൻ തയ്യാറായിരുന്നു. അതുപോലെ തന്നെ HS SOU ഒക്കെ തന്നെ എല്ലാവരും ഓരോ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു. അത്രത്തോളം ആത്മാർത്ഥത കോർപ്പറേഷൻ്റെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായത് കേവലം ശമ്പളം വാങ്ങുവാൻ വേണ്ടി ചെയ്യുന്ന ഒരു തൊഴിലെന്നല്ല, ഈ നാട് എൻ്റേതാണ് എന്നുള്ളൊരു വികാരമാണ് അതിൽ നിന്ന് പ്രതിഫലിച്ചത് എന്നാണ് എനിക്ക് പ്രിയപ്പെട്ട ജീവനക്കാരോട് പറയുവാനുള്ളത്.